Hi dears, Nishi's kitchen vlogs ilekku swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ടേണിപ്പ് മെഴുക്കുവരട്ടി. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു ടേണിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം. ടേണിപ്പ് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഈ സൈസിന് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടിയോ ചീഞ്ചട്ടിയോ വെച്ച് ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1-2 വറ്റൽമുളക് ഇട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇത് ഒരു മീഡിയം സൈസ് സവാള മുറിച്ചതും കുറച്ച് കറിവേപ്പിലും ഒരു പച്ചമുളക് മുറിച്ചതുമാണ് ഇതിലേക്ക് ഇടാം. ഇതിന് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ടേണിപ്പ് മുറിച്ച ചേർത്ത് വീണ്ടും വഴറ്റാം. ടേണിപ്പ് ചേർത്ത് ഏകദേശം 1 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ അടച്ച് പോകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം ഒരു പകുതി ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ പിരിയൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ അടച്ച് പോകാൻ വെച്ചേരം 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് വീണ്ടും അടച്ച് പോകാൻ വെക്കാം. ഇതിപ്പം മുളക് പൊടിയും വെളുത്തുള്ളിയും ചേർത്ത് അടച്ച് പോകാൻ വെച്ചിട്ട് 2-3 മിനിറ്റ് ആയി. ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ടേണിപ്പ് മെഴുക്കുവരട്ടി റെഡിയാണ്. ഇതിനൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഗ്യാരണ്ടി ധൈര്യത്തിൽ ഉണ്ടാക്കി നോക്കിക്കോ. ഈ ടേണിപ്പ് മിക്ക പച്ചക്കറി കടകളിലും വാങ്ങിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില വെച്ച് സ്റ്റൈലാക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.